നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ് സാത്താനിസം. അതുപോലെ തന്നെയാണ് സാത്താൻ ആരാധനയും. മനുഷ്യ മനസ്സിലെ നന്മകളെയല്ല ഊറ്റിയെടുത്ത് തിന്മകൾ കുത്തിനിറച്ച് നടത്തുന്ന സാത്താൻ ആരാധന ഇത്രയേറെ കുപ്രസിദ്ധി നേടിയത് 20-ാം നൂറ്റാണ്ട് മുതലാണ്. നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം സാത്താൻ ആരാധനയുടെ അറിയപ്പെടാത്ത വേരുകൾ തേടിയുള്ളതാണ്. ദൈവമാണോ സാത്താനാണോ വലുത്? ഗോഡ് വേഴ്സസ് സാത്താൻ. ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം പലരുടെയും മനസ്സിന് ആഴത്തിൽ മുറിവേൽക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പലതരം പ്രസിദ്ധീകരണങ്ങളും പലവിധ വെബ്സൈറ്റുകളും റഫർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മനസ്സിന് അംഗീകരിക്കാൻ പറ്റാത്ത പല വാക്കുകളും ലഘൂകരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സാത്താൻ ആരാധന ഇന്നത്തെ രീതിക്ക് തുടക്കമിട്ടത് ആന്റൺ ലാവെ എന്ന വ്യക്തിയാണ്. 1930 ഏപ്രിൽ 11 അമേരിക്കയിലെ ചിക്കാഗോ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. 1997 ഒക്ടോബർ 29 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് 67-ാം വയസ്സിൽ മരിക്കുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ ഇയാൾ ക്രൂരനായ മനുഷ്യൻ എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയിരുന്നു. ആന്റൺ ലാവെ 1960-ൽ ഓർഡർ ഓഫ് ദ ട്രെപ്പിസോയിഡ് എന്ന ഒരു സംഘടന അമേരിക്കയിൽ സ്ഥാപിച്ചു. ഈ സംഘടനയാണ് പിൽക്കാലത്ത് ചർച്ച് ഓഫ് സാത്താനായി രൂപാന്തരപ്പെട്ടത്. 1966 ഏപ്രിൽ 30 അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഈ ചർച്ച് രൂപീകൃതമാകുന്നത്. അന്നത്തെ കാലത്ത് പ്രശസ്തരായ എഴുത്തുകാരും സിനിമാ മേഖലയിലുള്ളവരും ഉന്നത വ്യക്തികളും ഈ സംഘടനയുടെ അംഗങ്ങളായിരുന്നു. ആന്റണി ബൗച്ചർ, സ്റ്റുവർട്ട് പാമർ, റോബർട്ട് ജോൺവൺ തുടങ്ങിയ പ്രശസ്ത വ്യക്തികൾ ചർച്ച് ഓഫ് സാത്താനിൽ അംഗങ്ങളായിരുന്നു. ഈ ചർച്ചിലെ അംഗങ്ങൾക്ക് പല ഗ്രേഡുകൾ നൽകിയിരുന്നു. ഫസ്റ്റ് ഗ്രേഡുകാരെ റവറൻഡ് എന്നാണ് വിളിച്ചിരുന്നത്. 6ാമത്തെ ഗ്രേഡുള്ളവരെ ഡോക്ടർ എന്ന് വിളിച്ചിരുന്നു. ഉന്നത ഗ്രേഡുകളുള്ള 9 പേരാണ് ഈ ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. അതിന് കൗൺസിൽ ഓഫ് 9 എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഈ ചർച്ച് ഓഫ് സാത്താന്റെ മുഖ്യ പുരോഹിതൻ ആന്റൺ ലാവെ തന്നെയായിരുന്നു. 6 അടിക്ക് മുകളിൽ ഉയരം, ആരോഗ്യമുള്ള ശരീരം, ഷേവ് ചെയ്ത തല, കൂർത്ത മൂക്ക്, നോട്ടത്തിലെ ക്രൂരത തുടങ്ങിയ ലക്ഷണങ്ങളുള്ള ആന്റൺ ലാവെ പിശാചിന്റെ അനുയായി എന്ന പേരിൽ അന്നത്തെ ജനങ്ങൾക്കിടയിൽ പ്രശസ്തനായി. 1969-ൽ ആന്റൺ ലാവെ രചിച്ച സാത്താനിക് ബൈബിൾ പുറത്തിറങ്ങി. 272 പേജുള്ള ഈ പുസ്തകം മില്യൺ കണക്കിന് കോപ്പികളാണ് വിറ്റുതീർന്നത്. ഇന്നും മാർക്കറ്റിൽ ഈ പുസ്തകം ലഭ്യമാണ്. ഈ സാത്താനിക് ബൈബിൾ എന്ന പുസ്തകത്തിന്റെ സമർപ്പണം കൊടുത്തിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ, അന്നത്തെ പ്രശസ്ത ഹോളിവുഡ് നടി മെർലിൻ മൺറോ എന്നിവർക്കാണ്. ഈ പുസ്തകം 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1. ബുക്ക് ഓഫ് സാത്താൻ, 2. ബുക്ക് ഓഫ് ലൂസിഫർ, 3. ബുക്ക് ഓഫ് ബീലിയൽ, 4. ബുക്ക് ഓഫ് ലെവിയാത്തൻ എന്നിവയാണ് ഈ ഭാഗങ്ങൾ. 1-ാമത്തെ ഭാഗം ബുക്ക് ഓഫ് സാത്താൻ എന്നുള്ളതാണ്. ഇവരുടെ കുർബാനയിൽ ഇതാണ് പാരായണം ചെയ്യുന്നത്. പദ്യരൂപത്തിലുള്ള ഈ ഭാഗം പിശാചിനെ പുകഴ്ത്തുന്നതാണ്. 2-ാമത്തെ ഭാഗം ബുക്ക് ഓഫ് ലൂസിഫർ സാത്താനിസം എന്താണെന്ന് വിശദീകരിക്കുന്നു. സാത്താനിസത്തിന്റെ ആദർശങ്ങളും തത്വങ്ങളും 12 ഭാഗങ്ങളാക്കി ഇതിൽ വിവരിച്ചിരിക്കുന്നു. ഈ 12 ഭാഗങ്ങളിൽ ആദ്യത്തേത് വാണ്ടഡ് ഗോഡ് ഡെഡ് ഓർ അലൈവ് എന്നുള്ളതാണ്. അതായത് ദൈവത്തെ പരിഹസിക്കുന്ന ഈ ഭാഗം ദൈവത്തെ കൊല്ലപ്പെട്ട നിലയിലോ ജീവനോടെയോ വേണം എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവം പിശാചിന്റെ സൃഷ്ടിയാണെന്ന് വരെ ഈ ഭാഗത്ത് പറയുന്നു. അടുത്ത ഭാഗം ഹെൽ ദ ഡെവിൾ ഹൗ ടു സെൽ യുവർ സോൾ എന്നതാണ്. അതായത് സ്വന്തം സുഖത്തിനു വേണ്ടി സ്വന്തം ആത്മാവിനെ നരകത്തിനും പിശാചിനും വിൽക്കുന്ന രീതിയിൽ വിവരിച്ചിരിക്കുന്നു. അടുത്ത ഭാഗത്ത് ഇന്റലിജൻസ് നോട്ട് കമ്പൽഷൻ എന്നാണ്. അതായത് സുഖങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കരുതെന്നും സുഖം നേടിയെടുക്കാൻ എന്ത് ക്രൂരകൃത്യവും ചെയ്യാമെന്നും ഇതിൽ പറയുന്നു. മദ്യവും മദിരാക്ഷിയും പണവുമെല്ലാം മനുഷ്യന് യഥേഷ്ടം സുഖം നേടാനുള്ള വഴികളാണെന്ന് ഈ ഭാഗത്ത് പറയുന്നു. സാത്താനിക് ബൈബിളിന്റെ 3-ാം ഭാഗത്ത് ബുക്ക് ഓഫ് ബീലിയൽ എന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്
ആഭിചാര കർമ്മങ്ങളെ പറ്റിയാണ്. 4-ാം ഭാഗമായ ബുക്ക് ഓഫ് ലെവിയാത്തൻ എന്ന ഭാഗം ആഭിചാരം നടത്തുമ്പോൾ ഉച്ചരിക്കേണ്ട മന്ത്രവചനങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പലതരം പൈശാചിക നാമങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. ബൈബിളിലെ 10 കൽപ്പനകൾ പോലെ സാത്താനിക് ബൈബിളിലും 10 കൽപ്പനകൾ പറയുന്നുണ്ട്. പക്ഷെ അത് ആളുകൾക്ക് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിലാണെന്ന് മാത്രം. അതായത് അനിയന്ത്രിതമായ സുഖം, പ്രതികാരം മനുഷ്യന്റെ അവകാശം, പാപങ്ങൾ എന്നൊന്നില്ല എന്നിവ ഈ 10 കൽപ്പനകളിൽ ചിലത് മാത്രമാണ്. ഇനി ചർച്ച് ഓഫ് സാത്താനിലെ ആചാരങ്ങളെക്കുറിച്ച് ചിലത് പറയാം. സഭ്യതയ്ക്കും മനുഷ്യ മനസ്സിനും നിരക്കാത്ത ആചാരങ്ങളാണ് ഇവരുടേത്. അൾത്താരയിൽ കറുത്ത വിരിപ്പ് വിരിച്ച് നേക്കഡായ സ്ത്രീയെ കിടത്തിയ ശേഷം മുഖംമൂടി ധരിച്ച് അനുചരന്മാർ ചുറ്റും കൂടി നിന്ന് കറുത്ത മെഴുകുതിരി കത്തിച്ച് സാത്താനിക് പൂജ ആരംഭിക്കുന്നു. അതിനുശേഷം ആന്റൺ ലാവെ രചിച്ച സാത്താനിക് ബൈബിൾ ഉറക്കെ പാരായണം ചെയ്യുകയും മദ്യപിച്ച് ലക്കുകെട്ട് പ്രാകൃത രീതിയിൽ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ചടങ്ങിന് അവസാനം നേരത്തെ സംഘടിപ്പിച്ച വിശുദ്ധ വസ്തുക്കൾ, അതായത് മതഗ്രന്ഥങ്ങൾ, വിശുദ്ധ തിരുവോസ്തി തുടങ്ങിയവ അറപ്പ് തോന്നിപ്പിക്കുന്ന രീതിയിൽ അപമാനിക്കുന്നതോടുകൂടി ഈ ചടങ്ങ് പൂർത്തിയാകുന്നു. എങ്ങനെയെല്ലാമാണ് വിശുദ്ധ വസ്തുക്കൾ അപമാനിക്കുക എന്നുള്ളത് ഈ വീഡിയോയിൽ പറയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുക. ആന്റൺ ലാവെ ഒരു മ്യൂസീഷ്യൻ കൂടിയായിരുന്നു. ആളുകളെ വലിച്ചെടുപ്പിക്കാൻ കഴിയുന്ന പരിധി വിട്ട ബീറ്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഗാനങ്ങൾ ആന്റൺ ലാവയുടെ പ്രത്യേകതയായിരുന്നു. സാത്താനിസത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വന്തം ആഗ്രഹപ്രകാരമുള്ള ഒരു ചുറ്റുപാടിൽ രമിച്ചാനന്ദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പാപകർമ്മങ്ങൾ എന്നൊന്നില്ല എന്നിവർ പറയുന്നത് അന്യരെ ദ്രോഹിക്കാനുള്ള ലൈസൻസ് മാത്രമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആന്റൺ ലാവയുടെ അവസാന കാലം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. അത്രയേറെ നരകിച്ചാണ് അയാൾ മരിച്ചത്. പലതരം അസുഖങ്ങൾ ബാധിച്ചും വെള്ളം പോലും ഇറങ്ങാതെയും നോക്കാൻ ആരും ഇല്ലാതെയും നരകയാതനകൾ നിറഞ്ഞ അന്ത്യനാളുകളായിരുന്നു ഇയാൾ അനുഭവിച്ചിരുന്നത്. നേടിയെടുത്ത മില്യൺ കണക്കിന് ഡോളറുകളും അനുചരന്മാരും ഒന്നും ഇയാളുടെ അന്ത്യനാളുകളിൽ കൂട്ടിനില്ലായിരുന്നു. ആന്റൺ ലാവയുടെ മരണശേഷം ചർച്ച് ഓഫ് സാത്താൻ പല ഉപസംഘങ്ങളായി പിരിഞ്ഞു. മോഡേൺ ചർച്ച് ഓഫ് സാത്താൻ, ഫസ്റ്റ് ചർച്ച് ഓഫ് സാത്താൻ, ഈസ്റ്റിക് സാത്താനിസം, ഓർഡർ ഓഫ് 9 ആംഗിൾസ് എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. ഈ സംഘടനകളും പല ഉപസംഘടനകളായി പിരിഞ്ഞു. അങ്ങനെ ഇന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത സംഘങ്ങൾ രഹസ്യമായി പ്രവർത്തിക്കുന്നു. എന്നാൽ എല്ലാ സംഘടനകളുടെയും വിശ്വാസങ്ങളും പ്രവൃത്തികളും ഒന്നു തന്നെയാണ്. ആചാര രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും പ്രവർത്തന രീതികളും ചെയ്തികളും എല്ലാം ഒന്നു തന്നെയാണ്. ഫ്രീ മേസണറി, ഇലുമിനാറ്റി എന്നിങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇതെല്ലാം സാത്താനിസത്തിന്റെ തന്നെ വകഭേദങ്ങളാണ്. 17-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിലാണ് ഫ്രീ മേസണറി രൂപീകൃതമാകുന്നത്. ഇതിന്റെ മെമ്പർഷിപ്പുകൾ ലോഡ്ജ് എന്നറിയപ്പെടുന്നു. ഗ്രാൻഡ് ലോഡ്ജുകളാണ് ഫ്രീ മേസണറിയുടെ ഗവേണിംഗ് ബോഡിയായി പ്രവർത്തിക്കുന്നത്. ഇതിന്റെ തലവൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെയധികം രഹസ്യ സ്വഭാവമുള്ള ഫ്രീ മേസണറിയെ ചുറ്റിപ്പറ്റി ധാരാളം വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഒരു വകഭേദം തന്നെയാണ് ഇലുമിനാറ്റി. ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ഇലുമിനാറ്റി എന്നവർ അവകാശപ്പെടുന്നു. അറിയപ്പെടുന്ന ഫ്രീ മേസണായ ആൽബർട്ട് പൈക്ക് സാത്താനുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി അവകാശപ്പെട്ടിരുന്നു. അന്നത്തെ കാലത്ത് ഒരു വലിയ ക്രിമിനലായ ആൽബർട്ട് പൈക്ക് സ്കോട്ടിഷ് റൈറ്റ് ഓഫ് ഫ്രീ മേസണറി എന്ന സംഘടന സ്ഥാപിച്ചു. അങ്ങനെ ആദ്യം പറഞ്ഞ സാത്താൻ പൂജകൾ ഫ്രീ മേസണറിയിൽ കടന്നുകൂടി. മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി വെമ്പൽ കൊണ്ട ആൽബർട്ട് പൈക്ക് ആണ് ഫ്രീ മേസണറിയിൽ സാത്താൻ പൂജകൾക്ക് തുടക്കമിട്ടത്. ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തെപ്പറ്റി കേൾക്കാത്തവരില്ലല്ലോ. അറിയപ്പെടുന്ന ഫ്രീ മേസണായ ഡാൻ ബ്രൗൺ ആണ് ഈ പുസ്തകത്തിന്റെ കർത്താവ്. മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റുതീർന്ന ഇതിന്റെ പ്രമേയം ഫ്രീ മേസണറിയുടെ താൽപ്പര്യങ്ങളാണ്. സാത്താനിസത്തിന്റെ പല സംഘടനകളും നമ്മുടെ കൊച്ചു കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. പല സിറ്റികളും കേന്ദ്രീകരിച്ച് രഹസ്യ സ്വഭാവമുള്ള ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ചില പ്രമുഖ പത്രങ്ങളിലും ചാനലുകളിലും ഇതിന്റെ വാർത്തകൾ വന്നിരുന്നു.
ഏത് സാത്താൻ സംഘടനകളുടെയും ബേസിക്കായ പ്രവർത്തന രീതികൾ ഒന്നുതന്നെയാണ്. സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന ഇക്കൂട്ടർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും വരെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ദ്രോഹിക്കുന്ന ഇക്കൂട്ടർ ദൈവം വിലക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഉളുപ്പുമില്ലാതെ ചെയ്തു കൂട്ടുന്നു. അതാണ് സാത്താൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നിവർ വിശ്വസിക്കുന്നു. പുറമേ വലിയ മര്യാദക്കാരും മാന്യന്മാരുമാണെന്ന് നടിക്കുന്ന ഇക്കൂട്ടർ ആത്യന്തികമായി വളരെ ക്രൂരന്മാരാണ്. മദ്യവും മയക്കുമരുന്നും സുലഭമായി കിട്ടുന്നതിനാൽ പല ചെറുപ്പക്കാരും ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു. സമൂഹത്തിലെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന പലരും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. സാത്താനിസത്തിന്റെ ചില സംഘടനകൾ സാത്താൻ പൂജയിൽ വീഞ്ഞിന് പകരം കറുത്ത നായുടെ രക്തം പോലും ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മെൻസ്ട്രുവൽ ബ്ലഡ് ഉപയോഗിക്കുന്ന സംഘടനകൾ വരെയുണ്ട്. മനുഷ്യബലി വരെ നടത്തുന്ന സാത്താനിസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് ഭയം ഉളവാക്കുന്നു. സാത്താൻ ആരാധനയുടെ ചില ഒറിജിനൽ ഭാഗങ്ങൾ കാണിക്കുന്ന ഒരു സിനിമ 1999 ഇറങ്ങിയിട്ടുണ്ട്. ടോം ക്രൂയിസ് നായകനാകുന്ന ഐസ് വൈഡ് ഷട്ട് എന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് സ്റ്റാൻലി കുബ്രിക് ആണ്. ഈ സിനിമ കണ്ടാൽ സാത്താൻ ആരാധനയുടെ ചില ഭാഗങ്ങൾ മനസ്സിലാക്കാം.